പതിനെട്ടടവും കഴിയുന്നേരം ഉടുമുണ്ടുരിയും തലയിൽ കെട്ടുമിടാവുന്ന യോദ്ധയിലെ പാട്ടാണ് ഓർമ്മ വരുന്നത്. കാര്യം മറ്റൊന്നുമല്ല, അമ്മയെ രക്ഷിക്കാൻ അങ്കത്തട്ടിലിറങ്ങി അണ്ണൻ മോഹൻലാൽ പറയുന്നത് സിനിമാ മേഖലയിൽ 21 യൂണിയനുകളുണ്ട്, സംഘടനകളുണ്ട്. ഈ 21 യൂണിയനുകളും ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അമ്മയെ ഒരു വിധത്തിൽ മോഹൻലാൽ രക്ഷപ്പെടുത്തി എന്ന് വേണം കരുതാൻ. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ പാടില്ല. അമ്മയ്ക്ക് ട്രേഡ് യൂണിയൻ സ്വഭാവമില്ല. 500 പേരോളം വരുന്ന നടീനടന്മാരുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു കുടുംബം പോലെയാണ് ഈ അമ്മ. അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഇപ്പോഴും അമ്മയിലെ പ്രവർത്തകർ. അമ്മ നിങ്ങൾ പറയുന്നത് പോലെ, അതായത് മാധ്യമപ്രവർത്തകരും മറ്റു ആളുകളും ഒക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ ഉടനെ മറുപടി പറയാൻ അമ്മ ഒരുക്കമല്ല. അമ്മയ്ക്ക് അതിന് ബാധ്യതയില്ല എന്ന തരത്തിലാണ് മോഹൻലാൽ പൂഴിക്കടകൻ കളിച്ച് ഒഴിഞ്ഞ് മാറിയത്. അതുകൊണ്ടാണ് ഞാൻ ആ യോദ്ധയിലെ പാട്ട് പറഞ്ഞത്. ഉടുമുണ്ട് ഉരിയപ്പെട്ടത് മാധ്യമപ്രവർത്തകരുടെയാണ്. മാധ്യമപ്രവർത്തകർ അദ്ദേഹം സംബോധന ചെയ്തതാണ് വളരെ രസകരം. മോനെ, മാഡം, സാർ എന്നൊക്കെ വിളിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ. വളരെ എളിമയും വിനയവും ബഹുമാന പുരസ്സരവും മാധ്യമങ്ങളെ കണ്ടു. എന്നിട്ട് അദ്ദേഹം എല്ലാ ചോദ്യങ്ങളിൽ നിന്നും വളരെ തന്ത്രപൂർവ്വം ഒരു മെയ്യഭ്യാസിയെ പോലെ ഒഴിഞ്ഞ് മാറുകയും ചെയ്തു. ഈ ആരോപണങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു. നിയമമുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്. അവരൊക്കെയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. ആരോപണ വിധേയരാരും ശിക്ഷിക്കപ്പെടാതെ പോകരുത് എന്നൊക്കെ മോഹൻലാൽ അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും എടുത്തടിച്ച് വ്യക്തിപരമായ ഒരു കാര്യം പറയാൻ ഇപ്പോഴില്ല, അതിന് ആളല്ല താൻ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം വാർത്താസമ്മേളനം തുടങ്ങിയത് തന്നെ, വാർത്താസമ്മേളനം എന്ന് പറയാൻ കഴിയില്ല, പത്രക്കാർ അവിടെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. വാർത്താസമ്മേളനത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിലായിരുന്നില്ല മോഹൻലാലിൻ്റെ മാധ്യമങ്ങളുമായുള്ള കൂടിക്കാഴ്ച. മോഹൻലാൽ ആദ്യമേ തന്നെ പറഞ്ഞു താൻ ഒരിടത്തേക്കും ഒളിച്ചോടിയിട്ടില്ല. 47 വർഷമായി മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നു. പലരെയും നേരിട്ടറിയാം. നിങ്ങൾ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ പോലും പലരെയും അറിയാം, കണ്ടാൽ ചിരിക്കുന്നവരാണ്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് സിനിമാക്കാരൊക്കെ മാധ്യമപ്രവർത്തകർക്ക് അന്യരായി പോയതെന്നാണ്. അപ്പോൾ ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നു പൊതുജനം ഇങ്ങനെയൊക്കെ കരുതുന്നില്ലെന്ന്. അപ്പോൾ പൊതുജനം അങ്ങനെ കരുതുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് മോഹൻലാലിൻ്റെ മറുചോദ്യം. പൊതുജനത്തെ അങ്ങനെ കരുതുന്നവരായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നേരിടുന്ന മേഖലയാണ് സിനിമാ മേഖല എന്ന് ജനങ്ങൾക്കിടയിൽ എത്തിക്കരുത്. അങ്ങനെ എത്തിച്ച് സിനിമാ മേഖലയെ മുഴുവൻ തകർക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്നാണ് മോഹൻലാൽ മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചത്. 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വ്യവസായമാണിത്. ഇതൊരു പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ ഉള്ള ഒരു വ്യവസായം. ആ വ്യവസായത്തെ തകർക്കരുത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. പല ആളുകളും വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോപണ വിധേയർ പോലീസ് അന്വേഷണത്തിലേക്കും അതുപോലെ തന്നെ കോടതി നടപടികളിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യത്തിൽ ഒരു എടുത്തുചാടി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന നയം തന്നെയാണ് മോഹൻലാൽ സ്വീകരിച്ചത്. എന്നാൽ മോഹൻലാൽ ഇതിനിടയ്ക്ക് പൃഥ്വിരാജിനെ പോലുള്ള യുവനടന്മാരെ ചെറുതായി ഒന്ന് കുത്തിയില്ലേ എന്ന് ചോദിച്ചാൽ കുത്തി എന്ന് തന്നെ പറയണം. കാരണം പൃഥ്വിരാജ് പറഞ്ഞത് എന്താണ്? അമ്മ അഭിപ്രായം പറയാൻ വൈകി എന്ന തരത്തിലാണ് പൃഥ്വിരാജിൻ്റെ വാർത്താ സമ്മേളനം നടന്നതും അദ്ദേഹം കയ്യടി നേടിയതും നയപരമായി സംസാരിച്ചു എന്നൊക്കെ അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്തതും. പക്ഷേ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള യുവതലമുറയിലെ നായക നടന്മാർ അല്ലെങ്കിൽ സ്റ്റാർസ് താരങ്ങൾ അവർ അമ്മയെക്കുറിച്ച് പറഞ്ഞത് ശരിയായില്ല. കാരണം എല്ലാത്തിനും ഉടനടി പ്രതികരിക്കേണ്ട സംഘടന അല്ല അമ്മ. എല്ലാ ആളുകൾക്കും അമ്മയിൽ വന്ന് പരാതിപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ പോലീസിലും പരാതി കൊടുക്കണം. കാരണം അമ്മയ്ക്ക് എല്ലാത്തിനും നടപടിയെടുക്കാനും കഴിയില്ല. കാരണം ഇത് ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സംഘടനയല്ല. ആളുകളുടെ ചാരിറ്റി, ആളുകളെ സംരക്ഷിക്കുക, ഇതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്. പിന്നെ എല്ലാ ആരോപണങ്ങളും തനിക്കെതിരെയും ആ അമ്മ ഭാരവാഹികൾക്കെതിരെയും വന്നതുകൊണ്ട് മാത്രമാണ് ആ കൂട്ടരാജി സംഭവിച്ചതെന്ന് മോഹൻലാൽ തുറന്ന് സമ്മതിക്കുന്നു. കാരണം ഒരു സംഭവം ഉണ്ടായാൽ ആരോപണങ്ങൾ മുഴുവൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള, അനാവശ്യമായിട്ടുള്ള ഈ ആരോപണങ്ങൾ ഞങ്ങൾ എന്തിന് കേൾക്കണം? അതുകൊണ്ടാണ് ആ രാജി സംഭവിച്ചത്, കൂട്ടരാജി സംഭവിച്ചത്. അത് ഗൂഗിൾ മീറ്റിലൂടെ എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നെടുത്ത തീരുമാനമാണ്. അതുപോലെ തന്നെ തലമുതിർന്ന അഭിനേതാക്കളോട് ഇക്കാര്യം കൂടി ആലോചിച്ചിരുന്നുവെന്നും മോഹൻലാൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വ്യക്തമാക്കി. എങ്കിലും മോഹൻലാൽ ഇത്രയും മാത്രം പറഞ്ഞാൽ പോരാ, കൂടുതൽ പറയണമായിരുന്നു എന്ന ആഗ്രഹമാണ് മാധ്യമപ്രവർത്തകർക്കുള്ളത്. അത് നമുക്ക് പറയാൻ കഴിയില്ല, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ ഇനി എങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് എന്ന് നമുക്ക് തിരുത്തി പഠിപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞതിനകത്ത് ന്യായമുണ്ട്. കാരണം ശരിയാണ്, എല്ലാ ആരോപണങ്ങൾക്കും അമ്മ മറുപടി പറയേണ്ടതല്ല. കാര്യങ്ങൾ പഠിച്ച് വേണം മറുപടി പറയാൻ. അതുകൊണ്ടാണ് വൈകിയത്. അത് പൃഥ്വിരാജിനെ കൂടി ഒളിയം പെയ്തുകൊണ്ടുള്ള മറുപടിയായിരുന്നു.
മാത്രമല്ല തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും തൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുമാണ് താൻ മാറി നിന്നത്. താൻ ഈ കേരളത്തിലേ ഉണ്ടായിരുന്നില്ല. താനിപ്പോൾ വരുന്നു, നിങ്ങളടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതും ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സർജറി, അദ്ദേഹത്തിൻ്റെ ചികിത്സ, അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് പറയാൻ വിട്ടുപോയത്. പിന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞു, ആരോപണ വിധേയർ, കുറ്റക്കാർ, കുറ്റം ചെയ്തിട്ടുള്ളവരൊക്കെ ശിക്ഷിക്കപ്പെടണം, അവർ ശിക്ഷിക്കപ്പെടണ്ട എന്നൊരു മറുവാക്ക് എനിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. കാരണം ഇതെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു, പോലീസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. കോൺക്ലേവിൽ, അതായത് സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞല്ലോ, അതിനകത്ത് എല്ലാവരും വിളിക്കുകയാണെങ്കിൽ, എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ പങ്കെടുക്കുമെന്നും മോഹൻലാൽ പ്രഖ്യാപിച്ചു. ഏതായാലും ഇനി മറുപടി പറയേണ്ടത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടാകുമോ എന്നായിരിക്കും ഇനി മറ്റുള്ള ആളുകളുടെ മുഴുവൻ ചിന്ത. മാധ്യമപ്രവർത്തകരും അങ്ങനെ തന്നെ പോകുമായിരിക്കണം. ഏതായാലും മോനെ, മക്കളെ, മാഡം എന്നൊക്കെയുള്ള വിളിച്ച് മോഹൻലാൽ മാധ്യമപ്രവർത്തകർക്കും ശരിക്ക് കണക്കിന് കൊടുത്തു എന്ന് വേണം പറയാൻ.